പറയണോ? പറഞ്ഞു ഏ? എന്താണ് രവി പറഞ്ഞു BMW പറഞ്ഞോ എന്റെ പൊന്നോ അത് പറയാം കാർ എടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മള് വലിയ വണ്ടികൾ എടുക്കുമ്പോ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാം എന്നുള്ള ഒരു ഇതില്. പക്ഷെ അധികം ഉപയോഗിച്ചതാണോ ഒന്നും അറിയില്ലല്ലോ. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിന്റെ വണ്ടിയാണെങ്കിൽ നല്ലതാണല്ലോ. ശ്രീയുടെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് ഒരു BMW ഉണ്ട് മോനെ, എന്നാ നീ അത് നോക്കിയിട്ട് എടുത്തോ, അതിന് ചെറിയ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. ചെറിയ പ്രശ്നമല്ലേ, നമ്മളിവിടെ കൊണ്ടുവന്ന് നന്നാക്കി ഏതാണ്ട് 1.5 ലക്ഷം രൂപ കൊടുത്ത് നന്നാക്കി. അത് കഴിഞ്ഞിട്ടില്ലേ പിന്നെ അയാള് പോയി എവിടെ, ദുബായില ബഹ്റൈനില് എവിടെയോ പോയി. അത് കഴിഞ്ഞ് നമ്മൾ ആ വണ്ടി കുഴപ്പമില്ല നന്നായിട്ട് ഓടണൊക്കെ ഉണ്ട്. പിന്നീട് ശ്രീയുടെ തന്നെ ഇപ്പൊ അതിന്റെ ബുക്കും പേപ്പറൊക്കെ നമ്മുടെ ഇതിലാക്കണല്ലോ. ബുക്കും പേപ്പറൊക്കെ അന്വേഷിച്ചപ്പോ ഡൽഹിയില് ബ്ലാക്ക് മാർക്കിൽ കിടക്കണ വണ്ടി ഇത്. അയ്യോ ആ വണ്ടിയായിരുന്നല്ലേ? ആ വണ്ടി മറ്റേ വണ്ടി ഓർമ്മയില്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. അതന്നെ മറ്റേ തിരുവനന്തപുരത്തിന് പോകുമ്പോ ഇടയ്ക്ക് അതന്നെ. എന്നിട്ട് അത് ആക്ച്വലി വലിയ പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞിരുന്ന വണ്ടിയാണ്. ഞാൻ അവിടെ നിന്ന് എടുത്തോണ്ട് വന്നപ്പോഴത്തേക്ക് ലൈക്ക് പെട്ടിയോട്ടൊക്കെ ഓടുന്ന പോലെയാണ് അത് ഓടുന്നത്. അതിനെ ശരിയാക്കി ഓൾമോസ്റ്റ് ഒരു ഓടുന്ന പരുവത്തിലൊക്കെ ആക്കിയിട്ട് അപ്പൊ അദ്ദേഹം പിന്നെ കാശ് തരുന്നില്ല. എന്നിട്ട് പുള്ളി വണ്ടി എടുത്തോണ്ട് പോയി. ചുരുക്കത്തിൽ പൈസയും പോയി വണ്ടിയും പോയി. ബ്ലാക്ക് മാർക്കിൽ പെട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഭാഗ്യം. ഇപ്പൊ പറ്റിക്കാൻ പറ്റും. ആ അടിപൊളിയായിട്ട്. അത് നമ്മുടെ അടുത്ത സുഹൃത്തുക്കളെ തന്നെ അങ്ങനെ ചെയ്യുമ്പോൾ അതെ നമ്മള് ട്രസ്റ്റില് സംഭവിച്ചു പോകുന്ന വിശ്വാസ കൂടുതൽ കൊണ്ട് സംഭവിക്കുന്നത്. പൊസസീവ്നെസ് ആർക്കാണുള്ളത്? ഓ ശരിക്കും പൊസസീവ്നെസ് ഉണ്ടോ? എനിക്ക് ഉണ്ടോ? പിന്നെ ആണോ? നിങ്ങൾ ഇച്ചിരി നീങ്ങിയിരുന്നോ? അല്ല എനിക്ക് ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. ആണോ? അതുകൊണ്ട് കുഴപ്പമില്ല. ടെൻഷനായി. ഈ ശ്രീകുമാറിന്റെ ഇതുപോലെ ഫാൻസ് ഒക്കെ വിളിക്കോ സംസാരിക്കോ? ആരാധികമാരൊക്കെ വരുമ്പോ എങ്ങനെയുണ്ട്? ഒരു കുഴപ്പമില്ലാന്ന്. ഞാൻ അവരോട് സംസാരിക്കുള്ളൂ എന്ന് എനിക്കറിയാം. ഈ മനുഷ്യനെ എന്തോരം സംസാരിക്കുന്ന എനിക്ക് അറിഞ്ഞു. അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. വെറുതെ ആരാധികമാര് മെസ്സേജ് അയച്ച് കഷ്ടപ്പെടുന്നത് സോഷ്യൽ മീഡിയ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ തന്നെയാണ് എല്ലാം നോക്കുന്നത്. പിന്നെ ആ വഴിക്ക് ആരും ശ്രമിക്കുന്നത്. അതെ. പിന്നെ പരിചയമായിട്ട് എത്ര ദിവസത്തിന് ശേഷമാണ് അശ്വതിയോട് സംസാരിച്ചു തുടങ്ങിയത്. ശരിയാ. അപ്പൊ പരിചയമില്ലാത്തവരോട് സംസാരിക്കോ? ഇപ്പൊ ഞാൻ പ്രിയങ്ക അമ്മ അസോസിയേഷന്റെ ജനറൽ ബോഡിയുടെ അതില് കുറച്ച് അഭിനയിക്കുന്ന ആൾക്കാരെ ഞാൻ വേറൊരു ഷോയ്ക്ക് കണ്ടിരുന്നു. പിന്നോട് അവിടുന്ന് ചേച്ചിമാരൊക്കെ പറഞ്ഞു, എടി എന്ത് രസമായിരുന്നു പാട്ട്, അടിപൊളി, ഞാൻ ഭയങ്കര ഫാനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ, പറയണേ. ഞാൻ അയച്ചു, ഞാൻ പറഞ്ഞോളാം, എനിക്കൊരു കുഴപ്പമില്ല പറയാന്ന്, കാരണം എനിക്ക് ധൈര്യല്ലേ. തിരിച്ച് റെസ്പോണ്ട് ചെയ്താലാണല്ലോ അത്രയല്ലേ ഉള്ളൂ. അതിലൊന്നും എനിക്ക് ഒരു പേടിയില്ല. തിരിച്ചോ? നമ്മളത് അന്വേഷിക്കാറേ ഇല്ല. ഏയ് ഞാൻ കംപ്ലീറ്റ് ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ പോരുത് ഇവിടെ പോരുത് ഇത്ര സമയത്ത് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല. എന്നെ എപ്പോഴും ഇങ്ങോട്ട് വിളിക്കാറുണ്ട് ഞങ്ങള്. അങ്ങനെ എനിക്ക് വലിയ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല.